ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വേളൂരി മീനാണ് കിട്ടീന്. അതെല്ലാം മുറിച്ചെടുത്തിട്ടില്ലേ, മുറിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിട്ടേ. അപ്പോൾ മുറിച്ച് നല്ല സുന്ദര കുട്ടപ്പന്മാരാക്കിയിട്ട് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ടിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ നൂൽപ്പിട്ടാന്ന് ഉണ്ടാക്കിയിട്ട് കടലക്കറി അതിൻ്റെ അച്ചെല്ലാം കഴുകിയിട്ട് മാറ്റി വെക്കുകയെന്ന്. ഇത് മാവേലിന്ന് വിനോദാട്ടം പോയിട്ട് ഇപ്പോൾ സാധനം മേടിച്ചുകൊണ്ടെന്നേലും ഞാനിങ്ങനെ എല്ലാം പാത്രത്തിലാക്കി വെച്ചാൽ അതിൽ കാലിയായിട്ടുണ്ടായിനി. അപ്പോൾ അത് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, എല്ലാവരും ഒന്ന് പോയി നോക്കിയിട്ട് വരണേ. അപ്പോൾ ഇതാ 1 ലിറ്റർ എണ്ണയെല്ലാം കിട്ടിയിട്ടുണ്ടായിനി. പിന്നെ വേളൂരിൻ്റെ നമ്മളെ തലയില്ലേ, അത് കുഞ്ഞു തലയല്ലേ, അതെല്ലാം പൂച്ചക്ക് കൊടുക്കലാന്ന് കേട്ടോ. പാവം പൂച്ചയൊന്നും ഉള്ളിലേക്കൊന്നും കയറാത്ത. ഇത് വിനോദായിട്ട് കുറച്ച് കൊപ്രയുണ്ടായിനി, കൊട്ടത്തേങ്ങ, അത് കൊപ്രയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ കിട്ടിയാൽ അത്രക്കായില്ലേ. അപ്പോൾ മുറ്റത്തേക്കൊന്ന് ഇറങ്ങിയതാണ്. നിങ്ങളൊരു കുഞ്ഞി കപ്പത്തൈയുണ്ട്, അതിൽ കപ്പൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ, നിറച്ച് അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. വേറെ വലിയ തൈയുണ്ട്, അത് കുറച്ച് അങ്ങോട്ടുണ്ട് കണ്ട, ഇത് തന്നെ കണ്ട, കുറച്ച് അപ്പുറമായിട്ട് ചെയ്ത വലിയ അതിൽ നിറയെ കപ്പൊക്കെ ഉണ്ട്. ഇത് ചക്കയുടെ പ്ലാവില്ല, നമ്മളെ ചക്കപ്പൂലാന്ന് കേട്ടോ. കുറേ പ്ലാവുണ്ട്, അതിലെല്ലാം ചക്കയുണ്ട്. അപ്പോൾ ഉള്ളിൽ കയറിയ മുറ്റത്തേക്കെല്ലാം ഒന്ന് ഇറങ്ങിയിട്ട് ഉള്ളി ഇത് പുഴുങ്ങാൻ വെച്ചിട്ടാണ് മുറ്റത്തേക്ക് പോയിന്. അപ്പോൾ വരുമ്പോഴത്തേക്ക് ഇത് പഴമെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് അച്ഛനെയും വിനോദേട്ടനെയും 2 മക്കൾക്കും വന്നേ. ഞാൻ പഴം പുഴുങ്ങിയതും അങ്ങനെ പഴയതൊന്നുമില്ല ഞാൻ. അപ്പോൾ എനിക്ക് വേണ്ട, അവർക്ക് കൊടുക്കാൻ ഒരു 11:30 എല്ലാം ആകുമ്പോൾ അങ്ങനെ കൊടുക്കലുണ്ട്. മക്കളുടെ ഇന്ന് ഇല്ലോണ്ടാണ് കൊടുക്കുന്നില്ല, അവർ സ്കൂളിൽ പോകില്ലേ. അപ്പോൾ അച്ഛനെ ഇങ്ങനെ എന്തെങ്കിലും ആക്കി കൊടുക്കും. ഇത് മാവേലിയിൽ നിന്നുണ്ടെന്ന് മല്ലി മുളകെല്ലാം ഇല്ലേ, അത് ഇങ്ങനെ വാങ്ങിയതാണ് 1 കിലോ. അപ്പോൾ അത് മില്ലിന്ന് എനിക്ക് പൊടിക്കണ്ട, എനിക്ക് വീട്ടിലെ ആവശ്യങ്ങൾക്കാണ്. അതെല്ലാം ഞാൻ മോശമാവാതിരിക്കാനില്ലേ നല്ല പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മോശമാവില്ലേ. ഇത് മുളക് ഞാൻ കുറേ പാത്രത്തിലെല്ലാം ആക്കി ബാക്കിയെല്ലാം കെട്ടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ചോറെല്ലാം ഇങ്ങനെ വാർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ചെമ്മീൻ മിനിയാന്ന് വെച്ച ചെമ്മീൻ കറി ഫ്രിഡ്ജിലുണ്ടായിന്. അതിലത്തെ ചെമ്മീൻ്റെ കഷ്ണം, ഉണക്ക ചെമ്മീനാണ്, അതിൻ്റെ കഷ്ണം എടുത്തിട്ട് കുറച്ചധികം കറി ഉണ്ടായിന്. അപ്പം കൂട്ടിയതെല്ലാവരും കുറവാണ്. അപ്പം അതിലെ ചെമ്മീൻ കഷ്ണം കളയാൻ കഴിയായിട്ടില്ലേ, ആ കഷ്ണമെല്ലാം ഇങ്ങനെ എടുത്തിട്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളകും കറിവേപ്പിലെല്ലാം വഴറ്റിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം വഴറ്റിയ, എന്നിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടിയെല്ലാം കൂടി വഴണ്ട് കഴിയുമ്പോൾ ഈ ചെമ്മീനെ അതിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഉണക്ക ചെമ്മീൻ കറി ആക്കിയെന്നില്ല, രാത്രിയുടെ എന്തോ ഹോട്ടലിൽ നിന്നായിട്ട് വാങ്ങിക്കൊണ്ടതിന്, അങ്ങനെയാണ് ഈ കറിയും ചോറെല്ലാം ബാക്കിയായിട്ടുണ്ടതിനെ. അപ്പോൾ അതെല്ലാം നല്ലപോലെ ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ടില്ലേ ഞാനും വിനോദേട്ടനും കൂട്ടും, അച്ഛൻ കൂട്ടൊന്നുമില്ല. അച്ഛന് വേളൂരി ഫ്രൈ തോരക്കറിയാണ്. അപ്പോൾ തോരയാണ് ആ കുക്കറിൽ കാണുന്നത്. നമ്മുടെ പയ്യനുക്കാരുടെ സ്വന്തം തോരക്കറിയാട്ടാ. ഇത് എണ്ണക്ക് വില കൂട്ടിയത് കാരണം ഒരു തുള്ളി കളയാണ്ട് എല്ലാം ഇങ്ങനെ ഉറ്റിച്ച് ഇങ്ങനെ ആ പാനിലേക്ക് ആക്കുകയെന്നിട്ട് കവറിന്ന്. അപ്പോൾ ഇതാ മീനെല്ലാം പൊരിക്കാൻ വേണ്ടിയിട്ട് വെക്കലാന്നേ. വേളൂരി നല്ല മീൻ തന്നെ തോന്നുന്നത്, മുറിക്കുമ്പോൾ അങ്ങനെ മോശമായ മീനൊന്നുമല്ല. അപ്പോൾ എല്ലാം പൊരിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ ഒരു മണി 1:15 ആയിട്ടാ. ഇന്ന് നേരം കുറച്ച് വൈകിപ്പോയി. അപ്പോൾ എല്ലാം പൊരിച്ചിട്ടും കൂടി ആയിട്ടാകുമ്പോൾ തോരയിൽ വറുത്തിടും കൂടി ചെയ്താൽ മതി. അപ്പോൾ ഈ തോരക്കറിയിൽ കപ്പൊക്കെ ഇട്ടിട്ടും എല്ലാം ആക്കാം കേട്ടോ. തേങ്ങയും ജീരകമെല്ലാം അരച്ചിട്ട് ഈ കറിവേപ്പില ഇപ്പം പൊട്ടിച്ചുകൊണ്ടെന്ന് തന്നെ എൻ്റെ മുറ്റത്തുനിന്ന്. അപ്പം ബാക്കി കൊട്ടയിൽ നിന്ന് ഉണ്ടാക്കാം. കവറിൽ ഇങ്ങനെ എണ്ണ ഇങ്ങനെ ഉറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തോരക്കറി റെഡി ആയിട്ടുണ്ട്. ഉപ്പെല്ലാം ഇട്ട് ഇളക്കി അതിലേക്ക് വെളുത്തുള്ളിയും ചുവന്ന മുളക് കറിവേപ്പില കടുവെല്ലാം നന്നായിട്ട് മൂപ്പിച്ചൊഴിക്കണം, അത്രയേ വേണ്ടൂ. തോരക്കറി അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട കറിയാട്ടോ. ഓരോ നാടിനും ഓരോ കറി ഉണ്ടാവില്ല. നമ്മളെ പയ്യന്നൂക്കാരുടെ സ്വന്തം കറിയാണ് തോരക്കറി. എന്ന് മീനുണ്ടായാലും ആഴ്ചക്ക് 1 ദിവസമെങ്കിലും നമുക്ക് തോരക്കറി വേണം കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്, നല്ലതായിരിക്കും. അങ്ങനെ അതെല്ലാം അതിലേക്ക് വറവെല്ലാം അതിലേക്ക് ഒഴിച്ചു. അപ്പോൾ മീനും പൊരിച്ചു. അപ്പോൾ ഇനി ചോറ് കഴിക്കണം. നാളെ നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ.